ബലാത്സംഗ കേസിൽ പ്രതിയായ പോലീസ് ഉദ്യോഗസ്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മലയൻകീഴ് മുൻ സർക്കിൾ ഇൻസ്പെക്ടർ AV സൈജുവാണ് മരിച്ചത്. കേസിൽ ജാമ്യം റദ്ദാക്കി ഉടൻ കസ്റ്റഡിയിലെടുക്കാൻ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഗുഡ് മോർണിംഗ്, പറയൂ. സൈജുവിനെ അംബേദ്കർ സ്റ്റേഡിയത്തിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നിലവിൽ പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുകയാണ്. അതിനുശേഷം മൃതദേഹം അവിടെ നിന്ന് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റും എന്നാണ് ലഭിക്കുന്ന വിവരം. ഇന്നലെയാണ് സൈജുവിൻ്റെ മുൻകൂർ ജാമ്യം റദ്ദ് ചെയ്ത് അറസ്റ്റിലേക്ക് കടക്കാനായുള്ള നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നത്. ഒരുപക്ഷെ ഇതിൽ മനന്നൊന്നായിരിക്കാം സൈജുവിൻ്റെ ആത്മഹത്യ എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. 2019 സൈജുവിനെതിരെ സൈജു ഒരു വനിതാ ഡോക്ടറെ പീഡിപ്പിച്ചു, സുഹൃത്തായ വനിതാ ഡോക്ടറെ പീഡിപ്പിച്ചു എന്ന സംഭവം നടക്കുന്നത്. 2022 ഈ വനിതാ ഡോക്ടർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പിന്നാലെ സൈജുവിനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തി. സൈജു മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് കോടതിയിലെത്തി. അങ്ങനെ മുൻകൂർ ജാമ്യാപേക്ഷ ലഭിച്ചു. അതുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഈ ആത്മഹത്യ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി തുടർ നടപടികൾ ഇനി എങ്ങനെയായിരിക്കും എന്നുള്ളതും ഒരു ചോദ്യമായി അവിടെ നിലനിൽക്കുന്നുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി തന്നെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഈ വനിതാ ഡോക്ടർ സൈജുവിനെതിരെ നൽകിയ പരാതി. ഒരു വസ്തുവിന്റെ തർക്കവുമായി ബന്ധപ്പെട്ടാണ് ഇവർ സൈജുവിനെ പരിചയപ്പെടുന്നത്. ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി സൈജു തന്നോട് ഇത്തരത്തിൽ അപമര്യാദയായി പെരുമാറി എന്നുള്ളതാണ് പരാതി. അതിൽ തനിക്കേറെ നഷ്ടങ്ങൾ ഉണ്ടായ ഒരു പശ്ചാത്തലത്തിലാണ് 2019 നടന്ന സംഭവത്തിൽ 2022 ഈ വനിതാ ഡോക്ടർ പരാതി നൽകുകയും തൊട്ടു പിന്നാലെ തന്നെ ഇയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തത്. പോലീസ് അസോസിയേഷന്റെ ഭാരവാഹിയായി പ്രവർത്തിച്ചിട്ടുണ്ട് സൈജു. ഈ കേസിന്റെ നടപടികൾ ഇങ്ങനെ നീണ്ടുപോകുന്നു, അല്ലെങ്കിൽ ഇന്ന് അറസ്റ്റിലേക്ക് ഉൾപ്പെടെ ക്രൈംബ്രാഞ്ച് കടക്കാൻ ഇരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ ആത്മഹത്യ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്.